നമസ്തേ, എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാളത്തിൽ നിന്ന് പുറത്തു വന്നു. അങ്ങേയറ്റം ദുർബലമായ പ്രതിരോധവുമായി ട്രാൻസ് വുമൺ അവന്തിക ഉന്നയിച്ച ആരോപണത്തെ പ്രതിരോധിക്കാൻ ശബ്ദരേഖയുമായി രാഹുൽ എത്തിയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ അവന്തിക ആ പ്രതിരോധം തകർത്തു. രാഹുൽ പുറത്തുവിട്ടത് വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപുള്ള വീഡിയോയാണെന്ന് അവന്തിക വ്യക്തമാക്കിയതോടെ ആ വാദവും പൊളിഞ്ഞു. ഗർഭചിത്രമടക്കമുള്ള അതീവ ഗുരുതര വിഷയത്തിൽ മറുപടിയുമുണ്ടായില്ല. പാർട്ടിക്ക് വേണ്ടാത്ത ഈ വിഴുപ്പ് എന്തിന് പാലക്കാട്ടുകാർ ചുമക്കണം എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ന്യായീകരിക്കാനോ രാഹുലിന്റെയും പാർട്ടിയുടെയും ശ്രമം എന്ന ചോദ്യവും ഉയരുന്നു. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, BJP വക്താവ് ജിതിൻ ദേവ്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. ഇനിയും ന്യായീകരണമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ആദ്യം BJPയുടെ പ്രതിനിധി ജിതിൻ ദേവിലേക്ക് പോവുകയാണ്. ശ്രീ ജിതിൻ, ഇപ്പോൾ BJP പ്രധാനമായും ഉയർത്തുന്ന ഒരു കാര്യം, സംഘടനാതലത്തിൽ വേണ്ടാത്ത രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ സഹിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് BJP ചോദ്യം ചെയ്യുന്നത്. അതായത് രാഹുൽ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം ഒഴിയണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഇന്ന് രാജി ഉണ്ടാകും എന്നുള്ള വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജി പ്രഖ്യാപിക്കാനല്ല രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്. പകരം ചില ദുർബല പ്രതിരോധങ്ങൾ ഉയർത്തി തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ ഒന്ന് തടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പ്രതിരോധം അങ്ങേയറ്റം ദുർബലമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും രാഹുൽ രാജിവെക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എങ്ങനെയാണ് BJP ഈ സാഹചര്യത്തെ കാണുന്നത്? മാധ്യമങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസ് ആവശ്യപ്പെടുന്നു രാഹുൽ രാജിവെക്കണമെന്ന്. അതേപോലെ തന്നെ ഷനിമോൾ ഉസ്മാൻ്റെ പ്രതികരണം കണ്ടു. കുറച്ച് മുമ്പ് ജനം തന്നെ ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. ഇങ്ങനെ ഓരോ വനിതാ നേതാക്കൾ രാഹുലിൻ്റെ രാജിക്കായി മുറവിളി കൂട്ടുമ്പോൾ ഈ പറഞ്ഞ ഈ ലൈംഗിക ചൂഷകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നേതാക്കന്മാരെ മൊത്തം വരുതിയിലാക്കി നിർത്തുവാൻ, അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകാത്ത തരത്തിലുള്ള സംരക്ഷണ കവചം തീർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എന്തോ ഒരു വലിയ ബോംബ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ടാകാം. നോക്കൂ, ഇന്ന് ശ്രീ VD സതീശന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞിറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ ഒരു വാചകം പോലും, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ഏത് സമയത്തും മാധ്യമങ്ങളെ ഞങ്ങൾ അകറ്റി നിർത്തില്ല, മാധ്യമങ്ങളെ ഞങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ്, മോഡിക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന VD സതീശൻ ഒരു വളിച്ച വഷളം ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മൾ കണ്ടു. VD സതീശൻ പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് എന്തൊക്കെയോ തരത്തിലുള്ള പ്രത്യാരോപണങ്ങളും ഏതൊക്കെയോ ഗൂഢാലോചനകളൊക്കെ പറയുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് കേരളത്തിൽ പൊതുസമൂഹം പൊട്ടിച്ചിരിക്കുകയാണ്. ഇയാൾക്കെതിരെയുള്ളത് ഒരു ആരോപണം മാത്രമാണോ? ഈ ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ എടുക്കുന്ന സമയത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ടിഷ്യൂ വരുന്നത് പോലെ ഓരോരുത്തർ പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇത്രത്തോളം വൾഗറായിട്ടുള്ള ഒരാളിനെ ഈ പറഞ്ഞ പാലക്കാട് പോലുള്ള ഒരു പ്രദേശത്ത് അവരുടെ MLA ആയിട്ട് തുടർന്നു കൊള്ളണം, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നടപടിയെടുത്ത് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ മാന്യം സംരക്ഷിച്ചു, പക്ഷേ പാലക്കാട് ജനങ്ങളോട് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയില്ല, ഇയാൾ MLA ആയിട്ട് ഈ കേരളത്തിൽ തെക്കുവടക്ക് നടന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വം, അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക, സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചുകൊണ്ട് ഇതിന് അനുവാദം കൊടുക്കുന്ന ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംഭവം, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറയുന്നത്? CPM രാജിവെച്ചോ, മുകേഷ് വെച്ചോ, അവരൊക്കെ ഈ മുകേഷ് വെച്ചോ, മറ്റേ എന്താ പറയുക ഗണേഷ് കുമാർ വെച്ചോ, ശശീന്ദ്രൻ വെച്ചോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഞങ്ങളൊരു കീഴ്വഴക്കം കേരളത്തിൽ, ഇവരാരാണ് തീരുമാനിക്കാൻ കീഴ്വഴക്കത്തിൽ? കേരളത്തിലെ സ്ത്രീകളുടെ മാനത്തിന് വിലയിടാൻ അല്ലെങ്കിൽ അതിന് കീഴ്വഴക്കം നിർണ്ണയിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തിട്ടുള്ളത്? ഒരാൾ പറയുന്നു തീവ്രത കുറഞ്ഞ പീഡനത്തെ പറ്റിയിട്ടാണ് CPM സംസാരിക്കുന്നത്, ഇവർ പറയുന്നത് കാഠിന്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇങ്ങനെ ന്യായീകരണമില്ലാത്ത ന്യായീകരണങ്ങൾ, പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ന്യായീകരണങ്ങൾ, കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഈ എന്താ പറയുക ഭാരതനാടിന് മുമ്പിൽ ലജ്ജിച്ച് നിൽക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മാനത്തിന് വില പറഞ്ഞ ഒരുത്തൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്രത്തോളം സ്ത്രീകളെ യൂസ് ചെയ്തവൻ, ചൂഷണം ചെയ്തവൻ, ഇന്നും MLA എന്ന
ആ ഇമ്മ്യൂണിറ്റിയിൽ, ആ ലേബലിൽ ഈ സമൂഹത്തിൽ തെക്കുവടക്ക് നടക്കുന്നു, വാഹനം എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തിരിച്ചകത്തേക്ക് കയറി പോകുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ന്യായീകരിച്ചത് കണ്ടില്ലേ? ഷാഫി പറമ്പിൽ എന്താ പറഞ്ഞത്? രാഹുലിന്റെ തീരുമാനമാണെന്ന്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനെന്ന്. അങ്ങനൊക്കെ പറയാൻ മാത്രം ഏത് ഗോഡ് ഫാദർ ആണ്, അല്ലെങ്കിൽ എന്ത് ബോംബാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിരിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യെസ്, അഡ്വക്കേറ്റ് രാംകുമാർ സാറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് രാംകുമാർ സാർ, ഇപ്പോൾ ഈ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് വെറും ഒരു സ്ത്രീ പീഡന ആരോപണമോ വളരെ നിസ്സാരമായി നമുക്ക് കരുതാവുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ ഓഡിയോ റെക്കോർഡുകളിൽ പറയുന്ന വളരെ അതീവ ഗുരുതരമായ ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീയുമായി നടത്തിയ സംഭാഷണങ്ങളിൽ അവരെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയാണ്, വഴങ്ങിയില്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അയാൾ ജനപ്രതിനിധിയായി തുടരുകയാണ്. ബാലാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് നിയമപരമായി ഈ വിഷയത്തെ താങ്കൾ സമീപിക്കുന്നത്, അഡ്വക്കേറ്റ് രാംകുമാർ? ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്നത് ഒരു തർക്ക വിഷയമേ അല്ല. ആരോപിതരായ ആളും ആരോപിക്കുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ ഗൗരവമുള്ള വിഷയമാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ധാർമ്മികതയെപ്പറ്റി സംസാരിക്കാൻ ഈ രാജ്യത്ത് ഒട്ടും അർഹതയില്ലാത്തൊരു പ്രസ്ഥാനം ഇന്ദിരാ കോൺഗ്രസ്സാണ്. കാരണം അതിൻ്റെ ജനനം മുതൽ അധാർമികമായി പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണത്. മഹത്തായ ഒരു പ്രസ്ഥാനത്തെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പിളർത്തി സ്വന്തം ചിങ്കിടികളെ കൊണ്ട് രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച് പണവും സ്വാധീനവും ഉപയോഗിച്ച് വളർത്തി ആദർശങ്ങളും പ്രതിബദ്ധതയും ധാർമ്മികതയും പരിപൂർണമായി വിസ്മരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാരമ്പര്യമാണ്. പിന്നെ ധാർമ്മികതയെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പാർട്ടിക്കും വലിയ അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധിയുടെ പെരുമാറ്റത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വരെ അതിന് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വിമർശിക്കുന്നത് ഒരു പക്ഷേ തെറ്റാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ സാങ്കേതിക വിദ്യയുടെയും വളർച്ച കാരണം നമ്മുടെ കേരളത്തിലടക്കം ജീവിത രീതി ആകെ മാറിയിരിക്കുകയാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പണ്ട് കാണാത്ത പ്രവണതകൾ നമ്മൾ കണ്ടുവരികയാണ്. അത് നമ്മളതനുസരിച്ച് ജീവിക്കുക എന്നല്ലാണ്ട് അത് തെറ്റാണ് എന്ന് പറയാൻ എനിക്കെന്താണ് അവകാശം? പിന്നെ ധാർമ്മികതയെപ്പറ്റി പറയുന്ന ഈ പാർട്ടിയുടെ പ്രമുഖ നേതാവ് കുമരകത്ത് എന്താ ചെയ്ത്? നമ്മൾ പിന്തുടരുന്ന പാരമ്പര്യം അനുസരിച്ചാണോ കൊളംബിയക്കാരുമായി DGPയുടെ സംരക്ഷണത്തിൽ കുമരകത്ത് താമസിച്ചത്? അതിനെക്കുറിച്ചൊക്കെ എതിരഭിപ്രായം ഉണ്ടാവാം. അവരുടെ നോട്ടത്തിൽ അത് ശരിയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇത്രയും ആരോപണങ്ങൾ വന്ന ഒരാൾ ജനപ്രതിനിധിയായി തുടരുന്നത് നിയമത്തിന് വിധേയമാണോ, നിയമത്തിന് വിരോധമാണോ? നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സ്ത്രീകൾക്കെതിരായ കുറ്റങ്ങളാണ് ആരോപണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. 354 വ്യക്തമായും അദ്ദേഹത്തിന് പേരിൽ ചാർത്തപ്പെടാം കുറ്റം. അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ ഒരു സ്ത്രീയെ അപമാനിക്കുകയും സ്ത്രീയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തൊരാൾ ജനപ്രതിനിധിയായി തുടരുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ്. ഇവിടെ നിയമപ്രകാരം അദ്ദേഹത്തിന് തടസ്സമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി വിപ്പ് കൊടുത്താൽ അദ്ദേഹം അനുസരിക്കണം. അതല്ലാതെ സ്വമേധയം രാജിവെച്ച് പോകുന്നതല്ലാതെ ഒരു MLA പുറത്താക്കാൻ നമ്മുടെ രാജ്യത്തെ ജനപ്രാതിനിധ്യ നിയമം അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ഭരണഘടനയിലെ 190, 191 ആ അനുച്ഛേദങ്ങൾ അനുസരിച്ചുള്ള അയോഗ്യത അദ്ദേഹത്തിനുണ്ടാകണം. അപ്പം നിയമപ്രകാരം ഒരാരോപണം വന്നാൽ അദ്ദേഹത്തെ പുറത്താക്കാൻ
സ്പീക്കർക്കോ അല്ലെങ്കിൽ നിയമസഭയ്ക്കോ അധികാരമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. ആ പാർട്ടി ഇന്ന് മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ പ്രമുഖ നേതാക്കന്മാരടക്കം രാജിവെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ രാജിവെക്കണം എന്നൊരു നിർദ്ദേശം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭരണഘടനയിലെ 10-ാം പട്ടിക അനുസരിച്ച് പാർട്ടിയുടെ നിർദ്ദേശം പാലിച്ചില്ല എന്ന നിലയിൽ MLA ആയി തുടരുന്നതിന് അദ്ദേഹത്തിന് അയോഗ്യത വരും എന്ന് സുപ്രീം കോടതി വിധികളുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാംകുമാർ സർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതാണ് ഇപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട പോയിന്റ്. കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് തൗഫീഖ് രാജനിലേക്കാണ്. ശ്രീ തൗഫീഖ്, കഴിഞ്ഞ 4 ദിവസമായി എപ്പോൾ ആണ് രാഹുലിൻ്റെ രാജി ഉണ്ടാകുക എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടി ഒന്നുകിൽ രാജി എഴുതി വാങ്ങണം, അല്ലെങ്കിൽ സ്വമേധയാ രാജിവെക്കണം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമായ ഒരു ആരോപണം നിങ്ങളുടെ യുവ MLA-ക്കെതിരെ ഉയർന്നിട്ട് അത്തരത്തിൽ രാജിവെപ്പിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്? ഇവിടെ നീലിമ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജി സംബന്ധിച്ച് കൃത്യമായ തീരുമാനമെടുക്കേണ്ടത് KPCC ആണ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. സ്വാഭാവികമായിട്ടും KPCC അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ഉചിതമായ തീരുമാനം അതിന്റെ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. അക്കാര്യത്തിൽ ഒരു ആശങ്കയുടെയും അടിസ്ഥാനം ആർക്കും വേണ്ട. സ്വാഭാവികമായിട്ടും നിലവിൽ അക്കാര്യത്തെ പറ്റി ഒരു തീരുമാനം KPCC എടുക്കാത്തത് കൊണ്ട് ആ വിഷയത്തെ പറ്റി ഞാൻ കൂടുതലായി പ്രതികരിക്കാൻ തയ്യാറല്ല. അതിനപ്പുറത്തേക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, ഈ വിഷയം വരുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി, അതാണ് ഏറ്റവും വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന പാർട്ടി തലത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒന്ന്. സ്വാഭാവികമായിട്ടും തന്നെ വേഗത്തിൽ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ പേര് പോലും പറയാതെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോ യാതൊരു ആശങ്കയ്ക്കും ഇടവരുത്താതെ, യാതൊരു അഭ്യൂഹങ്ങൾക്കും ഇടവരുത്താതെ, യാതൊരു പാർട്ടി കമ്മീഷനെയും വെക്കാതെ, യാതൊരു തീവ്രതയും അളക്കാതെ വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുകയാണ് എന്നുള്ള തീരുമാനം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടി അത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞ അങ്ങേക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷേ വളരെ കൃത്യമായ നേതൃത്വത്തിന് ഈ ഉയരുന്ന ആരോപണങ്ങളെക്കുറിച്ച്, ഇനിയും ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങളെക്കുറിച്ച്, വെളിപ്പെടുത്തലുകളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണ ഉണ്ടായ സമയത്തല്ലേ അത്തരത്തിൽ ധൃതി പിടിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്? ഒരിക്കലുമല്ല. സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നീലവ ഏത് ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങേക്കടക്കം വളരെ കൃത്യമായി അറിയാമല്ലോ. ഇവിടെ പേര് പോലും പറയാതെ ഒരു യുവ നടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആ പരാതിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കാതെ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കൂടുതൽ തീവ്രത അളക്കാതെ, പാർട്ടി കമ്മീഷനെ വെക്കാതെ, മറ്റ് ഇതര കാര്യങ്ങൾ പരിശോധിക്കാതെ വേഗത്തിൽ തന്നെ മണിക്കൂറുകൾക്കകം അദ്ദേഹം രാജിവെക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പീഡനങ്ങളുടെ തീവ്രത എങ്ങനെയുണ്ട്? ആ തീവ്രത ഇപ്പോൾ എത്രത്തോളമുണ്ട്? അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം പിന്നെയും ഒട്ടേറെ വലിയ സംഭവവികാസങ്ങൾക്ക് നമ്മൾ സാക്ഷിയായല്ലോ. ഇപ്പോൾ തീവ്രത എങ്ങനെയാണ്? ഇവിടെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്ന, മാധ്യമങ്ങൾ മുഖേന പരാതി ഉന്നയിക്കുന്ന ആരെങ്കിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി അങ്ങേക്ക് അറിവുണ്ടോ? ഇവിടെ വേർ ഈസ് ദ കംപ്ലൈന്റന്റ്? ഇവിടെ പരാതിക്കാരി എവിടെയാണ്? വേർ ഈസ് ദ കംപ്ലൈന്റന്റ്? പരാതിക്കാരി ആരാണ്? അത്തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ, ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതി നൽകാൻ തയ്യാറാവണം. അത്തരത്തിൽ ഒരു പരാതി നൽകിയാൽ സ്വാഭാവികമായിട്ടും ആ പരാതിയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ, പരാതിയിൽ വസ്തുനിഷ്ഠമാണ് അവർ ഉന്നയിക്കുന്ന പരാതിയെങ്കിൽ പാർട്ടി നേതൃത്വം അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ തെളിവുകളൊന്നും തന്നെ, ഈ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല എന്നത് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് തൗഫീഖ് രാജനിലേക്കാണ്. ശ്രീ തൗഫീഖ് രാജൻ, അങ്ങ് പറഞ്ഞു വെക്കുന്നത്
ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതിയും ഉയർന്നിട്ടില്ല എന്നതാണ്. ഇത് നോക്കൂ, ഇത് റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പരാതി വരികയാണ്, അവന്തികയുടെ പരാതി വരികയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ KSUയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിൽപ്പെട്ട പെൺകുട്ടികളോട് മോശമായി പെരുമാറി അവർ പാർട്ടി പ്രവർത്തനം വരെ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതീവ ഗുരുതരമായ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ തന്നെ നിയമ നടപടിക്ക് സാധ്യതയുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം. അതൊന്നും ഉണ്ടായിട്ടില്ല. ഈ തെളിവുകൾ ഒന്നും തന്നെ നിഷേധിക്കാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് MLA സ്ഥാനത്ത് ഇയാൾക്ക് തുടരാൻ സാധിക്കുക? ഇവിടെ നിലവിൽ MLA സ്ഥാനത്ത് തുടരുന്നതിൽ എന്താണ് തടസ്സമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായും ഇവിടെ അങ്ങ് ചില ഉദാഹരണങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. ഏത് KSU പ്രവർത്തകയാണ്, ഏത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ് ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചത്, പരാതി പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിവില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ എന്തായാലും ഒരു KSU പ്രവർത്തകയും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഈ നിമിഷം വരെ പരാതി ഉന്നയിച്ചതായി എനിക്ക് വ്യക്തതയില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ അങ്ങ് പറഞ്ഞു തെറ്റാണ്. ആ വാദം തെറ്റാണ്. VD സതീശൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എന്നോട് ഇതേ പ്രശ്നം വന്ന് പറയുകയും അച്ഛൻ എന്ന നിലയിൽ ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തൻ്റെ ഒപ്പം ക്ഷണിക്കുകയാണ് ആ പെൺകുട്ടിയെ ചെയ്തത്. അപ്പോൾ തെറ്റ് തുടങ്ങുന്നത് പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെയാണ്. ഇത്ര വലിയ ഗുരുതരമായ ഒരു ആരോപണം ഒരു കോൺഗ്രസ് കുടുംബത്തിലെ വളരെ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇയാൾക്കെതിരെ നിയമ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കുക, അത്തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. അതിന് വലിയ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും അരുമ ശിഷ്യനെ പോലെ ചേർത്ത് നിർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചെയ്തത്. ആ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോൾ കോൺഗ്രസിനെ അടക്കം വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ പാർട്ടിയെ ഈ രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നിട്ടും രാഹുലിനെ തള്ളിപ്പറയാൻ താങ്കൾക്കടക്കമുള്ളവർക്ക് എങ്ങനെ സാധിക്കുന്നില്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ആമുഖമായി തന്നെ എനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കിയ ശേഷം അങ്ങയുടെ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ തയ്യാറാണ്. ഞാൻ 9 മണി വരെ ഈ ചർച്ചയിൽ തുടരും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, ഇവിടെ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരെടുത്ത് പറഞ്ഞ് ആരാണ് പരാതി കൊടുത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. പേരെടുത്ത് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരെടുത്ത് പറഞ്ഞ് ആരാണ് ഇതുവരെ പരാതി KPCC നേതൃത്വത്തിന്റെ മുന്നിലോ AICC നേതൃത്വത്തിന്റെ മുന്നിലോ ഇത്തരത്തിൽ പരാതി കൊടുത്തത്? ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC നേതൃത്വത്തിന്റെ കയ്യിൽ അത്തരത്തിൽ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വളരെ കൃത്യമായി പറഞ്ഞു, ഇതുവരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിൽ ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ പരാതിയുമായി ബന്ധപ്പെട്ട അങ്ങ് 1-2 പേരുകൾ കാണിച്ചു. ഇവിടെ റിനിയുമായി ബന്ധപ്പെട്ട്, അവന്തികയുമായി ബന്ധപ്പെട്ട അടക്കം ഈ പേരുകൾ പരാമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ റിനിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇൻട്രോയിൽ അടക്കം വളരെ കൃത്യമായി ചില കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി 8:24 മണിക്ക് 8:24 രാത്രി 8:24 അദ്ദേഹത്തെ വിളിച്ചതുമായി ബന്ധപ്പെട്ട വോയിസ് സന്ദേശമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ട്രാൻസ് വുമണും BJP പ്രവർത്തകയുമായ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തത വരുത്തി. ആ പ്രതിരോധമൊക്കെ പൊളിഞ്ഞ് പാളീസായില്ലേ തൗഫിക്കേ? വളരെ കൃത്യമായി അവന്തിക പറഞ്ഞു ഓഗസ്റ്റ് 1-നാണ് സംസാരിക്കുന്നത്. ആ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ വെച്ചത്. പക്ഷേ ഈ വിവാദം തുടങ്ങുന്നത് ഓഗസ്റ്റ് 21-നോ 22-നോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓഗസ്റ്റ് 1-ലെ ഈ ഒരു ശബ്ദരേഖ വെച്ചുകൊണ്ട് അങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുന്നത്? ആ പ്രതിരോധമൊക്കെ പൊളിഞ്ഞു പാളീസായി പോയി. അവന്തിക വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്നെ ഭീഷണിപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അവന്തിക. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വിടണമെന്നേ ഇവിടെ വളരെ കൃത്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോപണം ഉന്നയിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ അവന്തിക വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു മാധ്യമ പ്രവർത്തകനെ താനുമായി ബന്ധപ്പെട്ടു.
ചേട്ടനെ കൊടുക്കാൻ ശ്രമമുള്ളതായി എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഭീഷണി നേരിടുമെന്ന് പറയുന്ന ആള് ഇത്തരത്തിൽ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയേണ്ട ഏതെങ്കിലും സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഒരു കാരണവശാലും ഇത്തരത്തിൽ ഭീഷണി നേരിടുന്ന ഒരാളാണ് അവന്തികയെങ്കിൽ അവന്തിക ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിക്കേണ്ട, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയല്ല. ഞാൻ അങ്ങയോട് തർക്കിക്കുകയല്ല. വളരെ കൃത്യമായി ഒരു മിനിറ്റ് താങ്കൾ ഇപ്പോൾ രാഹുൽ പുറത്തുവിട്ടു എന്ന് പറയുന്ന രാഹുൽ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച അതേ ശബ്ദരേഖ തന്നെ ഓഗസ്റ്റ് 1-നുള്ളതാണ്. വിവാദം തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ആ പ്രതിരോധ ശ്രമം വളരെ കൃത്യമായി പരാജയപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വസ്തുത. ഞാൻ അങ്ങയിലേക്ക് വരാം. സംവാദകൻ ശ്രീജിത്ത് പണിക്കരിലേക്ക്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. മറ്റതിഥികളിലേക്ക് കൂടി പോയ ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. 9 മണി വരെ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. സംവാദകൻ ശ്രീജിത്ത് പണിക്കരിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ തൗഫീഖ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പെൺകുട്ടി പോലും പരാതി ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുള്ളത്? പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒരംശം അവിടെ മറന്നു പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രം രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരമാകുമോ? രാഹുലിനും പാർട്ടിക്കും ഈ വിഷയത്തിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുമോ? ശ്രീജിത്ത് പണിക്കർ. എനിക്ക് ആദ്യമേ തന്നെ ഈ ചർച്ചയിലുള്ള കോൺഗ്രസ് സുഹൃത്ത് ശ്രീ തൗഫീഖിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യ ദിവസം ഈ ആരോപണം വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും ഇന്ന് അദ്ദേഹം ആവർത്തിച്ചതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യത തന്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ്യമല്ലാതെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നതിനാണ് കോൺഗ്രസ് സുഹൃത്ത് ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹത്തിനെ വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ താല്പര്യത്തിലുള്ളതല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ താല്പര്യത്തിലുമുള്ളതല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടാണ് ശരിയെന്ന് നിങ്ങൾ മാധ്യമങ്ങളടക്കം നാളെ മാറ്റി പറയും എന്നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത്. ശ്രീ VD സതീശൻ ഇന്നുവരെ ശ്രീ തൗഫീഖ് ഉന്നയിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതായത് രേഖാമൂലം പരാതി ഉണ്ടോ, ഔദ്യോഗികമായിട്ട് പരാതി ഉണ്ടോ, കേസുണ്ടോ, അറസ്റ്റ് ഉണ്ടോ, FIR ഉണ്ടോ, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചുമതലയിലുള്ള 2 പേരിൽ ഒരാളാണ്. അതിൽ ഒന്നാമനെന്ന് നമുക്ക് പറയാവുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ സണ്ണി ജോസഫും ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഈ വാദങ്ങളൊക്കെ തന്നെ എവിടെ നിന്നാണ് ശ്രീ തൗഫീഖിന് കിട്ടുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ്യമല്ല എന്ന് അദ്ദേഹത്തിനെ ഞാൻ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരാളിനെ മാറ്റാനുള്ള ധാർമ്മികതയും MLA പദവിയിൽ നിന്ന് ഒരാളെ മാറ്റാനുള്ള ധാർമ്മികതയും കോൺഗ്രസിന് എങ്ങനെയാണ് രണ്ടാകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആരോപണം ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നീക്കുമ്പോൾ അവിടെ FIR ഇല്ല, അറസ്റ്റ് ഇല്ല, കേസില്ല, ആരാണെന്ന് പറഞ്ഞിട്ടുള്ള ഔദ്യോഗിക പരാതിയില്ല. പക്ഷെ എങ്കിലും അവരുടെ ധാർമ്മികത എന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരരുത് എന്നാണ്. പക്ഷെ അതേ ധാർമ്മികത എന്തുകൊണ്ടോ ഒരു MLA കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോ പേരെടുത്ത് ഒരു പരാതി പറയുന്നില്ല എന്ന് ശ്രീ തൗഫീഖ് ഇവിടെ പറയുന്നു. പേരെടുത്ത് ഒരു പരാതി വന്നാൽ ഇന്നോ നാളെയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. 2, ഇവിടെ ദീപാദാസ് മുൻഷിയുടെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ദീപാദാസ് മുൻഷി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്ന കാര്യം അത്ര വ്യക്തമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതില്ലാതിരിക്കുന്നതിന്റെ കാരണം ഇത് ഒരു പ്രാഥമിക നടപടി മാത്രമാണ് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്നാണ് മാധ്യമങ്ങളോട് ശ്രീ VD സതീശൻ പറഞ്ഞത്. അപ്പൊ പ്രാഥമിക നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 in a series എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമതൊരു നടപടിയെങ്കിലും കൂടി ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഈ പറയുന്ന AICCയുടെ പ്രതിനിധിയായിട്ടുള്ള ദീപാദാസ് മുൻഷി പറഞ്ഞത് എന്താണ്? ഇതൊരു അടഞ്ഞ അധ്യായമാണെന്നാണ്. ദിസ് ഇസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. അപ്പൊ അവര് പുസ്തകം മടക്കി വെച്ച് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാരംഭ നടപടിയാണെന്ന് പറഞ്ഞ സതീശനെ നമ്മൾ വിശ്വസിക്കണോ, ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയുന്ന ദീപാദാസ് മുൻഷിയെ നമ്മൾ വിശ്വസിക്കണോ? ഇനി ശ്രീ സതീശൻ തന്നെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണമേ ഇല്ല എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് പാർട്ടിയുടെ ഉള്ളിൽ ആഭ്യന്തരമായിട്ട് കുറേയധികം അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നാണ്. ഈ വിഷയത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ നിരീക്ഷക അല്ലെങ്കിൽ വക്താവ് ആയിട്ടുള്ള ദീപാദാസ് മുൻഷി പറയുന്നതല്ല ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ശ്രീ തൗഫീഖിന്റെ അഭിപ്രായം അവിടെ ഇരിക്കുമ്പോൾ തന്നെ
പ്രമുഖരായിട്ടുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം, മറ്റ് ജനപ്രതിനിധികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം, അത് ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു, ഒരു നടപടിയേ വന്നിട്ടുള്ളൂ, ബാക്കി നടപടി ഇനി വരും, ഇനി നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ അഭിപ്രായത്തിനെ, നിങ്ങൾ കോൺഗ്രസിനെ വിലയിരുത്തുന്നതിനെ ഞങ്ങൾ മാറ്റി പറയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനർത്ഥം കൂടുതലായിട്ടുള്ള നടപടികൾ വരുന്നുണ്ട് എന്നാണ്. സംഘടനാ ചുമതലയുള്ള, കേന്ദ്രത്തിൽ തന്നെ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ കാത്തിരിക്കൂ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിലെ വനിതകളായിട്ടുള്ള MLA-മാരുണ്ട്, ശ്രീമതി ഉമാ തോമസ് അടക്കമുള്ള നേതാക്കളുണ്ട്, മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട്, നമ്മുടെ ബിന്ദു കൃഷ്ണ പോലെയുള്ള നേതാക്കളുണ്ട്. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താണ്? മുതിർന്ന നേതാക്കൾ, നേരത്തെ നമ്മൾ സതീശന്റെ കാര്യം പറഞ്ഞു, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാരുടെ അഭിപ്രായം വന്നിരിക്കുന്നത് എന്താണ്? ഇവർക്കാർക്കും തന്നെ ഈ ചങ്ങാതി ഈ സ്ഥാനത്ത് തുടരുന്നതിന് താല്പര്യമില്ലെന്നേ. അപ്പൊ അതാണ് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഔദ്യോഗിക ഭാഷ്യം എന്നിരിക്കെ, അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ഇനിയും നടപടി ഉണ്ടാകും, ഇത് പ്രാരംഭ നടപടി മാത്രമാണ് എന്നതിനപ്പുറത്തേക്ക് ശ്രീ തൗഫിക്ക് ആരുടെ താല്പര്യത്തിലാണ് ഇവിടെ ഈ ന്യായങ്ങളൊക്കെ നിരത്തുന്നത് എന്നത് സത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമതൊരു പ്രശ്നം, നമ്മൾ ഈ പറയുന്ന FIR, കുറ്റപത്രം, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകണം, പരാതി ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാനമുണ്ടല്ലോ അല്ലെ? അതിൽ ശ്രീ തൗഫിക്കിന് എതിരഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന കുറേയധികം സ്ക്രീൻഷോട്ടുകൾ, ചാറ്റുകളുടേത് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഷെയർ ചെയ്യപ്പെടുന്നു, പല ഓഡിയോ സന്ദേശങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹം വളരെ വലിയ രീതിയിലത്തേക്കുള്ള മാധ്യമ വിചാരണ നേരിടുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ വന്ന് പരസ്യമായി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ്, ഹണി ഭാസ്കറെ പോലെയുള്ള ആൾക്കാർ ആരോപണങ്ങൾ പറയുമ്പോൾ, മറ്റു ചില ആൾക്കാർ പേരല്ല എങ്കിലും മറ്റു കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനെ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന പരാതിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുള്ള ഒരു റൈറ്റ് നിയമപരമായിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും ഇല്ലേ? അദ്ദേഹത്തിന് മാനമുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് തോമസ് ഐസക്കിനെതിരെ, ശ്രീരാമകൃഷ്ണനെതിരെയൊക്കെ തന്നെ ആരോപണം പറയുന്ന സമയത്ത് അവരെ വ്യക്തിപരമായിട്ട് ഇവരെയൊക്കെ പലരെയും, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവരാരും തന്നെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒന്നിലധികം ആൾക്കാർ പറഞ്ഞിട്ടും ഒരു ഓഡിയോ ക്ലിപ്പിൽ ഒരു ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ ഉണ്ടായിട്ടും ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്? അദ്ദേഹം മാത്രം ഒരു കാര്യത്തിലും ഇവിടെ കേസ് കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാനമില്ലേ? അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുത്തുകൂടെ? പിന്നെ അദ്ദേഹം ഇന്ന് വന്ന് വിശദീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരൊറ്റ കേസിലാണ്, ഒരൊറ്റ കാര്യത്തിനെ പറ്റിയാണ് അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അത്ര ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലത്തേക്കുള്ള തെളിവുകൾ ഇതുവരെയും പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടില്ല. അത് വ്യക്തിപരമായിട്ടുള്ള വാക്കാലുള്ള ഒരു ആരോപണമായിട്ട് അവിടെ നിൽക്കുകയാണ്. മറിച്ച് അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സംഭാഷണം വരുമ്പോൾ ഇത് എന്റേതല്ല, ഇതിൽ കേൾക്കുന്ന ശബ്ദം എന്റേതല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ഈ ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ശ്രീ തൗഫിക്ക് പറയണ്ട, അദ്ദേഹത്തിൻ്റെതല്ല എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടും ആ സ്റ്റേറ്റ്മെന്റിൽ ഫുൾ അക്കൗണ്ടബിലിറ്റിയോടുകൂടി നിൽക്കാനുമായിട്ട് ശ്രീ തൗഫീക്കിന് ഈ ചർച്ചയിൽ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും സംശയമുണ്ട് എന്നാണ്. സംശയമുണ്ട് എങ്കിൽ, സംശയമുള്ളയാൾ അങ്ങനെ ആരെങ്കിലും സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം എന്നുള്ളത് പണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ നിന്ന് 1956 ഒരാൾ രാജിവെക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ധനമന്ത്രി രാജിവെക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന നിലപാടാണ്. താൻ സ്വയം ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് നെഹ്റുവിനെ ആദർശവാനായി കണ്ടുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ തൗഫിക്ക് ഇവിടെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുകയാണ്, കോൺഗ്രസിന്റെ നിലപാടല്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് പറയാനുള്ളത്. തൗഫിക്ക്, അതിനൊന്ന് മറുപടി പറഞ്ഞു പോകാം. അങ്ങ് ഇപ്പോഴും ഈ വന്ന ശബ്ദശകലങ്ങൾ, ഈ മാധ്യമങ്ങൾ മുഴുവൻ നൽകിയ ആ ഓഡിയോ, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല, ഞാൻ അതിനപ്പുറത്തേക്ക് ശ്രീജിത്ത് പണിക്കർ, ഞാൻ ഏതാണ്ട് ഔദ്യോഗിക ഭാഷ്യത്തിനപ്പുറത്തേക്കാണ് സംസാരിക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശം നടത്തുകയുണ്ടായി. അതിന് ഉത്തരം പറഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് കടന്നു വരാം. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് സൂചിപ്പിച്ച് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തെ പറ്റി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റവും അവസാനം പ്രതികരണം നടത്തിയത് ഇന്നലെയാണ് മാധ്യമങ്ങളോട്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗൗരവമായി ഈ വിഷയം പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും, പരാതി പോലും ഇല്ലാതിരുന്നിട്ടും മണിക്കൂറുകൾക്കകം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. ആ ഔദ്യോഗിക ഭാഷ്യത്തിനപ്പുറത്തേക്ക് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രതികരണം, ഇന്നലെ നടത്തിയ പ്രതികരണത്തിലേക്ക് പോകുന്നില്ല, ഇന്നാണല്ലോ ഏറ്റവും അവസാനമായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്.
മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനോട് സമ്മതിക്കുന്നു. ഇത്തരത്തിൽ വനിതാ നേതാക്കൾ ഉൾപ്പെടെ ചില മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഒരു വിഷയത്തിന്മേൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കടന്നു വരാം. ആ അഭിപ്രായങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അർഹിക്കുന്ന പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇന്ന് വ്യക്തമാക്കിയ കാര്യം തക്ക സമയത്ത് ഉചിതമായ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കേരളത്തിലെ ആർക്കും ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. മാധ്യമപ്രവർത്തകർക്ക് അക്കാര്യത്തിൽ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ള സംവാദകർക്ക് അക്കാര്യത്തിൽ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. രാജി ആവശ്യം ഔദ്യോഗികമായ നിലവിൽ ആരും ഉന്നയിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് എല്ലാ അഭിപ്രായങ്ങളും പരിശോധിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്ത് എടുക്കും എന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അങ്ങ് നേരത്തെ തന്നെ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഉന്നയിച്ച വലിയൊരു വിഷയമുണ്ട്. ആ ഓഡിയോയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ അല്ലയോ? ആ വോയിസിന്റെ ആധികാരികത അടക്കം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിനകത്ത് വിശ്വാസമുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അത് ഉൾക്കൊണ്ടുകൊണ്ടാണ്, ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ തയ്യാറായത്. പക്ഷേ അതീവ ഗുരുതരമായ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നത് മറ്റൊരു വശം. ശ്രീ തൗഫീഖ് താങ്കൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനപ്പുറത്തേക്ക് താങ്കൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞു. എന്നാൽ താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്തിന് രാജിവെക്കണം MLA സ്ഥാനത്ത് എന്നാണ്. പ്രതിപക്ഷ നേതാവ് എപ്പോഴാണത് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതിയുടെ അഭാവത്തിൽ എന്തിന് MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന താങ്കൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ശ്രീ VD സതീശൻ പറഞ്ഞത് ഇല്ല, അത് താങ്കൾ കൈനിട്ടതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കണം. എനിക്കൊരു വ്യക്തി താല്പര്യമില്ല. എന്റെ നിലപാട് പാർട്ടി നിലപാടാണ്. ഞാൻ വളരെ സൂചിപ്പിച്ചു, വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയ ശേഷം അങ്ങേക്ക് പറയാം. അത് ഞാൻ അങ്ങ് പറയുന്നത് പൂർണ്ണമായും കേട്ട ശേഷം ഞാൻ വീണ്ടും മറുപടി പറയാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മറുപടി പറയേണ്ടത് എന്റെ നിലപാട് പാർട്ടി നിലപാടാണ്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്താവായിട്ടല്ല, മറിച്ച് കോൺഗ്രസിന്റെ വക്താവായിട്ടാണ് ഇന്ന് ജനം TVയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സ്വാഭാവികമായിട്ടും പാർട്ടി തീരുമാനമെടുക്കാത്ത കാര്യത്തെ പറ്റി കൂടുതലായി പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട് ഉൾപ്പെടെ നിലവിലുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട നിയമവിദഗ്ധർ അടക്കം പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ സെക്ഷൻ 7 മുതൽ സെക്ഷൻ 10A വരെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ സാഹചര്യത്തിൽ രാജിവെക്കാം, ഏതൊക്കെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ കൺവിക്ഷൻ നേരിട്ടിട്ടുള്ള ആളുകൾ ഏതൊക്കെ സാഹചര്യത്തിൽ രാജിവെക്കാമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതിനപ്പുറത്തേക്ക് പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കും. ആ പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു സെക്കൻഡ് നോക്കൂ, അതിന് മറുപടി ഞാൻ പറയാം. താങ്കൾ പറഞ്ഞു പറയാൻ അനുവദിക്കണമെന്ന്, ഞാനത് കേട്ടു. എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞത്, എന്റെ ചോദ്യം എന്തായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണമില്ല, പേര് പറഞ്ഞു പരാതി ഇല്ലാത്തത് കൊണ്ടോ കേസില്ലാത്തത് കൊണ്ടോ ഒരു FIR ഇല്ലാത്തത് കൊണ്ടോ രാജിവെക്കേണ്ടതില്ല എന്ന് ശ്രീ VD സതീശൻ പറഞ്ഞോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ താങ്കളുടെ വാദം അതായിരുന്നു. മറിച്ച് താങ്കൾ ചോദിച്ചത് അങ്ങനെ രാജിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞോ എന്നുള്ള ഒരു ചോദ്യമുണ്ടോ എന്നാണ്. ഞാൻ അവിടെ താങ്കളോട് പറയുന്നത് വ്യക്തമായിട്ട് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഇപ്പോ അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അതിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഒരു പ്രാരംഭ നടപടിയാണ് എന്നാണ്. എന്താണ് പ്രാരംഭ നടപടി എന്നതിന്റെ അർത്ഥം? എന്ന് വെച്ചാൽ വേറെ നടപടി അവിടെ വരാനുണ്ട്, വലിയ നടപടി വരാനുണ്ട് എന്നാണ് അതിനർത്ഥം. ആ നടപടി എന്തായിരിക്കും ശ്രീ തൗഫീഖ്? അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് റദ്ദ് ചെയ്യലാണോ? അതോ അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നതാണോ? അതോ അദ്ദേഹത്തെ ഇനി സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതാണോ? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യമാണ് കോൺഗ്രസിലെ വനിതാ MLA-മാരടക്കം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഇപ്പൊ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നടപടി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോഴും ഡെലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് താങ്കൾ ഈ ചർച്ചയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്താവാണ്, കോൺഗ്രസിന്റെ വക്താവല്ല. കോൺഗ്രസ് അങ്ങനെ ഒരു അഭിപ്രായം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല, സണ്ണി ജോസഫ് പറഞ്ഞിട്ടില്ല, ശ്രീ VD സതീശൻ പറഞ്ഞിട്ടില്ല, KC വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ മാത്രമാണ്, മറ്റൊരു നേതാവും പറഞ്ഞിട്ടില്ല.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്താവ് എന്ന നിലയ്ക്കാണ്, കോൺഗ്രസ് വക്താവ് എന്നല്ല, കോൺഗ്രസിന്റെ അഭിപ്രായം ഇതല്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കാണുന്നില്ല എന്ന് നമ്മൾ പറയണോ? അപ്പൊ അതിലും നമ്മൾ സംശയം വെക്കണോ? ഇപ്പൊ താങ്കളോട് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ആ ശബ്ദ സന്ദേശത്തിൽ താങ്കൾ പറഞ്ഞു സംശയകരമായിട്ടുള്ള കാര്യമാണ്, അതിന്റെ ആധികാരികത നോക്കണം. നമ്മളും അത്രേ പറയുന്നുള്ളൂന്നേ. അതായത് ഇത് എന്റേതല്ല, എന്റെ ശബ്ദമല്ല എന്ന് പറയാൻ അദ്ദേഹത്തിനോ അത് രാഹുലിൻ്റെതല്ല എന്ന് പറയാൻ താങ്കൾക്കോ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നീട് എന്താ ഉള്ളത്? ബാക്കി സംശയമാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനം ഗുരുതരമാകുന്നതിന്റെ കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രേരണ എന്താണ് എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം ഗുരുതരമാണ്, സ്ത്രീവിരുദ്ധമാണ്. അത് സ്ത്രീവിരുദ്ധമായതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അതല്ലാതെ അത് പറയുന്ന സമയത്ത് മുകേഷ്, ഗണേഷ്, ശശീന്ദ്രൻ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കുള്ള ചോദ്യം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത മാത്രമാണോ കോൺഗ്രസിന്റെ അളവുകോൽ? അതിനപ്പുറത്തേക്ക് പാർട്ടി വിത്ത് ഡിഫറൻസ് അല്ലേ നിങ്ങൾ? മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. എന്നാ പിന്നെ നമുക്ക് CPM പോരെ, പിന്നെ കോൺഗ്രസ് വേണം? CPMന്റേതായിട്ടുള്ള എല്ലാ ആദർശങ്ങള്, ചട്ടങ്ങള്, സ്വന്തം പാർട്ടി, കോടതി, പോലീസ്, അന്വേഷണ സംവിധാനം എല്ലാം ഉണ്ട്. അതേപോലെ കോൺഗ്രസിനും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വീണ്ടും താങ്കളെ ഓർമ്മിപ്പിക്കുന്നു, കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ്യമല്ല താങ്കൾ പറയുന്നത്. അത് VD സതീശൻ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അത് സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് കേട്ടു നോക്കണം. ഇത് താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായവും കേട്ടു നോക്കണം. രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. അതെല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, ഇവിടെ സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് പോവുകയാണ്. ഇടതുപക്ഷ നിരീക്ഷകനാണ്. MLAക്കെതിരെ ക്രിമിനൽ കുറ്റമില്ല, പരാതിയില്ല എന്ന കോൺഗ്രസിന്റെ വാദം അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഇരകളായി നിൽക്കുന്നത് സ്ത്രീകളാണ്. ഇവരെ അങ്ങേയറ്റം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്ന, അവഹേളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അവരുടെ ഒരു പരാതി, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയാണ് ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങേക്ക് പ്രതികരിക്കാം. നീലിമ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അതിനുമുമ്പേ ബഹുമാനപ്പെട്ട തൗഫീക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ FIR ഒരു കംപ്ലൈൻറ്റോ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നോക്ക്, 3 ദിവസത്തിന് മുമ്പേ ഒരു യുവനടിയും അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുമായ ആ നടി മാധ്യമങ്ങളുടെ മുമ്പ് വന്ന് അവരെ പരാതി പറഞ്ഞു. അവരും പേര് പറഞ്ഞിട്ടില്ലല്ലോ. അവർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഹൂ കെയർ. ഈ ഒരു വാചകമില്ലാതെ അവർ വേറൊന്നും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ ഹൂ കെയർ എന്നുള്ള വർത്തമാനം പറയുന്നത് ആരാണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്നാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ തൗഫീക്ക് പ്രതിരോധിക്കുന്നത് രാഹുൽ മൂലം കാര്യം എന്ന് വെച്ചാൽ യുവജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയായ, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന, വാചകം കൊണ്ട് ആക്രമിക്കുന്ന ഒരു നേതാവ്. ആ നേതാവിൻ്റെ ഭാവിയെ ഇല്ലാതാക്കുക എന്നാണ് ഈ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉണ്ടായി അതാരാണ്? ഈ യുവനന്ദിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മുടെ CPMന്റെ നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ പ്രചരിച്ചുകൊണ്ട് ആണ് ഇവർ പ്രതിരോധിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്താണ് വന്നത്? പിന്നെ തുടരെ ഒരു ചീട്ട് കൊട്ടാരം പോലെ പരാതികളുടെ പ്രഭാഗം വന്നിട്ടത്. നോക്കൂ, ഒരു എഴുത്തുകാരി പറയുന്നു, ഒരു ഹണി ഭാസ്കർ, അവർ പറയുന്നത് നമ്മൾ ചെയ്ത ചാറ്റിങ്, അവർ യുവജനങ്ങൾ, ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തന്നെ, അതിലൊരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ചാറ്റ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ എല്ലാവരും കാണിക്കുന്നതാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഈ തൗഫീഖിൻ്റെ ഒരു കാര്യം ചോദിക്കുന്നത്, KC വേണുഗോപാൽ നിങ്ങളെ ദേശീയ ACC ജനറൽ സെക്രട്ടറി ആണല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ വിലക്കെടുക്കുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശ പറഞ്ഞത് എനിക്കിത് ഞെട്ടിക്കണമെന്ന്. നോക്കൂ നീലിമ, ഒരു കാര്യം എന്ന് വെച്ചത് ഇദ്ദേഹം മെസ്സേജ് അയക്കുന്ന ഗൂഗിൾ പേ നമ്മളൊക്കെ അത് വിടൂ. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടായത്? അല്ല, ഇടതുപക്ഷം ഈ MLA രാജിവെക്കണം എന്ന് പറയാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ആർജവം കാണിക്കാത്തത്? എന്താ, ആരാണ് ആർജവം കാണിക്കാത്തത്? നോക്കൂ, ഇവര് പറയുന്നതെന്ന് വെച്ചാൽ മുകേഷ് MLA, കുന്നപ്പള്ളി, അതുപോലെ തന്നെ വിൻസെന്റ്, ഇവരൊക്കെ MLA സ്ഥാനം രാജിവെച്ചു. നോക്കൂ, അവരെ ഒരു കേസും ഈ കേസും ഡിഫറൻ്റ് ആണെന്ന് നീലിമ.
പിന്നെ അല്ലല്ല ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞപ്പോ ഞാൻ സംസാരിച്ചില്ലല്ലോ തൗഫീഖെ. ഞാൻ ഒരു ഡിഫർമേഷൻ കേസ് അല്ലെങ്കിൽ ഒരു ആരോപണ കേസ് വരുമ്പോഴത്തേക്ക് പോലീസിന് വരേണ്ട സമയത്ത് പോലീസ് ഇടപെടും. ആ പോലീസിന്റെ നിയമ സംഹിതം വെച്ച് നിയമ നടപടി സ്വീകരിക്കും, ഒരു സംശയമില്ല. അതാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്തിന്റെ വരാം. ശ്രീ ജിതിൻ ദാസ്, ഇപ്പോൾ നോക്കൂ, ഈ MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇടതുപക്ഷം എന്താണ് ചെയ്തുകൂടാത്തത് എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അപ്പുറത്ത് അതായതുകൊണ്ട് ഇപ്പുറത്തും ഇങ്ങനെയാകാം എന്നുള്ളൊരു നിലപാടാണ് ഇടത് വലതു മുന്നണികൾ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തുടക്കം മുതൽ ഇരകൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം BJP ആണ്. BJPയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ സർക്കാർ അടക്കം സമീപിക്കുന്ന ഒരു അവസ്ഥ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വക്താവ് ശ്രീ തൗഫീഖ് എന്ത് ഭംഗിയായിട്ടാണ് വന്നിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിനെ ന്യായീകരിക്കുന്നത്. നേരത്തെ ശ്രീജിത് പണിക്കർ ചോദിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കും വനിതാ നേതാക്കന്മാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ന്യായീകരണമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ ന്യായീകരിക്കാനായിട്ട് തൗഫീഖോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, സ്ത്രീകൾ ഭയന്നാണ് ഇയാളെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങളുടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്, അത് അവർ ഡിലീറ്റ് ചെയ്തു, ഭയന്ന് ഡിലീറ്റ് ചെയ്തു. നോക്കൂ, അങ്ങനെ ഇവരുടെ അടുത്ത് ഏത് സ്ത്രീകളായിരിക്കും ഇങ്ങനെ ഭയന്ന് ഈ രാഹുലിനെ പറ്റിയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്തായാലുള്ള മറുപടി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഈ രാഹുൽ ഗാന്ധി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഒരു വാർത്താ സമ്മേളനം നടത്തി, വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട്. രേഖാമൂലം ഒരു പരാതി പോലും കൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങൾ പറഞ്ഞില്ലേ വാർത്താ സമ്മേളനം, രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം എന്നുള്ളത്? ഇലക്ഷൻ കമ്മീഷൻ ഒന്നിലും നോട്ടീസ് കൊടുക്കാൻ വരെ തയ്യാറായി. ഇവിടെ നിങ്ങൾ എന്നിട്ട് അവകാശപ്പെടുകയാണ് FIR-നുള്ള, പിന്നെ ഞങ്ങൾ എങ്ങനെ രാജിവെക്കണമെന്ന്. നോക്കൂ, നിങ്ങളുടെ ഇത് ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരു കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയല്ല, നിങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾക്കെതിരെയാണ്. ധാരാളം നിങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള സഹപ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് ആരോപണം. തൗഫീഖ്, നിങ്ങൾക്കൊരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ഇതിനെ ന്യായീകരിക്കാനായിട്ട്? നിങ്ങൾ ഉമാ തോമസിനെ തള്ളി പറയുന്നു, നിങ്ങൾ ബിന്ദു കൃഷ്ണനെ തള്ളി പറയുന്നു, നിങ്ങൾ ഷാനിമോൾ ഉസ്മാനെ തള്ളി പറയുന്നു. ലക്ഷോപലക്ഷം വരുന്ന യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ തള്ളി പറയുകയാണ്. എന്തെല്ലാം ആരോപണങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് തൗഫീഖ്? നിങ്ങളുടെ മുൻ ഒരു MP-യുടെ മകൾക്ക് ആരോപണമുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളുടെ KSUവിന്റെ നിങ്ങളുടെ സഹഭാരവാഹികൾ ആരോപണങ്ങൾ പറയുന്നു. നിങ്ങളുടെ തന്നെ സംസ്ഥാന ഗ്രൂപ്പിൽ, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. നോക്കൂ, എന്നിട്ടും നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ഇതിവിടെ യാതൊരു തരത്തിലുള്ള നടപടികളും ഇല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിന്റെ ധാർമ്മികത നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റുമോ? നിങ്ങൾ പറയാൻ തയ്യാറാകണം. ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫോമേഷൻ, ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ ചങ്കൂറ്റൻ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ? അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ശബ്ദരേഖകളൊന്നും, ഈ ശബ്ദങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനല്ല എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ നിങ്ങളുടെ മുഖത്ത് കാർത്തുപ്പും തൗഫീഖ്. അതുകൊണ്ട് ഈ ന്യായീകരണങ്ങളൊന്നും നിങ്ങൾ നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഒരു വേട്ടക്കാരനെ ന്യായീകരിക്കാനായിട്ട് നിങ്ങളുടെ പൊതുജീവിതം മാറ്റി വെക്കുന്നതിലുള്ള ഒരു സങ്കടം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഇവർക്ക് ആവശ്യപ്പെടാൻ സാധിക്കില്ല നീലിമ. ഇവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓരോന്ന് പുറത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരുടെ പല നേതാക്കന്മാരെ പറ്റിയും പലതും രാഹുലിന് പറയാനുണ്ടാവും. അതൊക്കെ രാഹുൽ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കും. നെഹ്റു സോഷ്യലിസ്റ്റ് ആണെന്നാണല്ലോ ഇദ്ദേഹം അവകാശപ്പെടുന്നത്. 49 മുതലുള്ള കഥ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പറഞ്ഞ ചരിത്രം മൊത്തം നാറിയ കഥകളായിരിക്കും ഏറ്റവും കൂടുതൽ പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെതിരെ നടപടിക്കാൻ സാധിക്കാത്തത്. നോക്കൂ, KC വേണുഗോപാൽ, കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ കോൺഗ്രസിനകത്ത് പ്രശസ്തമാണല്ലോ. KC വേണുഗോപാലിന്റെ ഭാര്യ ഇട്ട പോസ്റ്റ് പോലും മിനിറ്റുകൾക്കകത്ത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ മാത്രം ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കോൺഗ്രസ് വേട്ടക്കാരുടെ ഒരു കോൺഗ്രസ് നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. ഇയാൾ ഈ സമൂഹത്തിന് അപകടമാണ്. ഇയാളെ ഇനിയും പൊതുരംഗത്ത് നിർത്തിക്കൊണ്ടുപോയാൽ, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതാണ് തൗഫീഖ്, എന്റെ വാക്കല്ല, ഇയാൾ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കോൺഗ്രസ് വൈകുന്ന ഓരോ നിമിഷവും കേരളത്തിലെ സ്ത്രീ മനസ്സുകളിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മുത്തശ്ശി പാർട്ടി അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറായിക്കോളൂ. കാരണം
കേരളത്തിലെ സ്ത്രീകൾ നിങ്ങളെ ഈ വിഷയത്തിൽ അത്രമാത്രം വെറുത്തു കഴിഞ്ഞു. നിങ്ങൾ ഇനി എന്തെല്ലാം ന്യായീകരണം നടത്തിയാലും, നാളെ നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പോസ്റ്റ് ഇട്ടാലും, നാളെ ഇനി നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള എന്താ പറയാ വോയിസ് ക്ലിപ്പുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിട്ടാലും നിങ്ങൾക്ക് ഇതിന് ന്യായീകരിച്ച് നേടിയെടുക്കാൻ സാധിക്കില്ല തൗഫീഖ്. ശ്രീജിത്ത് പണിക്കരിലേക്കാണ്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ ശുദ്ധീകരിച്ചത് കൊണ്ട് മാത്രം അവിടെ പ്രശ്നം തീരുമോ? ഈ പാലക്കാട്ടെ ജനങ്ങൾ എന്തിനാണ് ഈ വിഴപ്പ് ചുമക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ നിന്നും ഉയരുന്നുണ്ട്. വലിയ പ്രതിഷേധം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാവുകയാണ് രാഹുലിനെതിരെ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിന് ഒരു ധാർമ്മികതയുടെ പേരിൽ അവരുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളിനെ മാറ്റി നിർത്താമെങ്കിൽ എന്തുകൊണ്ടാണ് അതേ ധാർമ്മികത ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ഒരു നടപടി ഇത്രയും വൈകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നത് വെറുതെ അദ്ദേഹം രാജിവെക്കണം എന്ന നിലയ്ക്കല്ല. ഒന്നിലധികം സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സപ്പോസ് കോൺഗ്രസ് അദ്ദേഹത്തിനെ രാജിവെക്കാതെ തന്നെ MLA ആയി തന്നെ തുടരാനായിട്ട് അനുവദിക്കുന്നു എന്ന് കരുതുക. നാളെ വേറൊരു സ്ത്രീ പുതിയൊരു ആരോപണം ഉന്നയിച്ചാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും? ഇപ്പൊ കോൺഗ്രസിന് വേണമെങ്കിൽ നിലവിലത്തെ ആരോപണത്തിൽ നിന്ന് സ്വയം ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാം, കാരണം അത് വ്യക്തിപരമായിട്ടുള്ള ആരോപണമാണ് എന്ന്. എന്നാൽ ആ ആരോപണം പാർട്ടിയുടെ മുന്നിൽ ഉണ്ടായിരിക്കുകയും സംഘടനാ തലത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുകയും ചെയ്തതിനു ശേഷം ആ MLA പദവിയിൽ അദ്ദേഹം തുടരുകയും നാളെ ഒരു ആരോപണവും ഉണ്ടാവുകയും ചെയ്താൽ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ലയബിലിറ്റി എന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മേലുണ്ടാകും. അപ്പൊ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം നിങ്ങൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ വീണ്ടും കേസ് ഉണ്ടായത് എന്നൊരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ പോയി ന്യായീകരിക്കും? ഏത് രീതിയിൽ ന്യായീകരിക്കും? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ തൗഫീഖ് തന്നെ പറഞ്ഞു, ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികതയിൽ സംശയമുണ്ട്. ഇക്കാലത്ത് ഇതൊക്കെ തന്നെ നിർമ്മിക്കാമല്ലോ എന്നാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ആ ഓഡിയോ ക്ലിപ്പ് റിപ്പീറ്റഡ് ആയിട്ട് പ്രചരിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നടപടിക്ക് ശ്രമിക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വരുമ്പോൾ ഒരു കാര്യത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒരു ട്രാൻസ് വുമൺ വാക്കാൽ പറഞ്ഞിരിക്കുന്ന ഒരു തെളിവുകളും മുന്നോട്ട് വെക്കാതെ, ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പോലും മുന്നോട്ട് വെക്കാതെ വാക്കാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നതിന് വേണ്ടി തന്റെ ചാറ്റ് എല്ലാം എടുത്തിട്ട് അത് വായിച്ച് അതിലുള്ള ഓഡിയോ പ്ലേ ചെയ്ത് സ്വയം ന്യായീകരിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ഗുരുതരമെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിരിക്കുന്നു, അതിനെക്കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ കുറേയധികം ചാറ്റുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരുന്നു. അപ്പൊ ഈ പറയുന്ന ഒരു വ്യക്തിയോടുള്ള ചാറ്റ് മാത്രം പറയുകയും മറ്റുള്ള ചാറ്റുകളെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇനി ശ്രീ VD സതീശന്റെ മുന്നിലെത്തിയിരിക്കുന്ന പരാതിയുണ്ട്. ആ പരാതിയെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം പറയാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീമതി ഹണി ഭാസ്കറിന്റെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, പേരടക്കം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രതികരണമില്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരൊറ്റ കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചാൽ ഉടൻ തന്നെ അയാൾ രാജിവെച്ചേ മതിയാകൂ എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. പക്ഷെ ഇവിടെ ഈ ആരോപണം ശരിയാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവയോടുള്ള രാഹുലിന്റെ പ്രതികരണം ദുർബലമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന കോൺഗ്രസ് നേതാക്കൾ ഉടനടി തന്നെ നടപടിയും എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീ തൗഫീഖ് കൂടി ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസിലുള്ള പല നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം പല മുതിർന്ന നേതാക്കൾക്കുമെതിരെ മുമ്പ് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട്. അവരിൽ പല ആൾക്കാരും അന്ന് പാർട്ടി ചുമതലകളിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നത് മാത്രമല്ല പാർട്ടി ചുമതലകളിൽ അന്ന് ഉണ്ടായിരുന്നതാണ്. എന്നിട്ടും അതിൽ ഒരാളിനോടും രാജിവെക്കാനായിട്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല, സംഘടനാ തലത്തിൽ നടപടി എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ അന്നില്ലാത്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള ബോധ്യം ഈ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഒരച്ഛൻ മകളോടുള്ള വാത്സല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല ശ്രീ VD സതീശൻ അവിടെ ഇരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡിസിഷൻ തന്റെ പാർട്ടിക്ക് വേണ്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ന്യായം ഇതാണെങ്കിലും അദ്ദേഹത്തിന് തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ബോധ്യം ഈ വിഷയത്തിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തള്ളിപ്പറഞ്ഞതും ഇതൊരു ഒന്നാമത്തെ നടപടി മാത്രമാണ് എന്ന് പറഞ്ഞതും ഇനിയും നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞതും. അതുകൊണ്ട് അതൊരു ഗോൺ കേസ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഗോൺ കേസിനെ ന്യായീകരിച്ച് നമ്മൾ സ്വയം എളിഭ്യരാകാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്. ഓക്കെ, തൗഫീഖിലേക്ക് വരാം. തൗഫീഖ് മറുപടി പറയേണ്ട ഒട്ടേറെ ചോദ്യങ്ങൾ ശ്രീജിത്ത് പണിക്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാംകുമാർ സാർ, ഇത് വളരെ കൃത്യമായ നിയമ നടപടി അനിവാര്യമായ ഒരു ഘട്ടമാണ്. ഈ കേസിൽ FIR ഇല്ല, അത്തരത്തിൽ പരാതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വലിയ അതിശയകരമായ കാര്യമാണ്. കാരണം
അത്രയേറെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ ഓഡിയോ ക്ലിപ്പുകളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. നിന്നെ കൊല്ലാൻ ഒരു നിമിഷം മതി എന്ന് ഒരാൾ പറയുകയാണ്. അത് ഒരു ജനപ്രതിനിധിയാണ് പറയുന്നത്, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ് പറയുന്നത്. അപ്പോൾ വളരെ നിസ്സാരമാണോ ഈ കോൺഗ്രസ് കരുതുന്നത് പോലെ? ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന തൗഫീഖ് അതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഒരു അപവാദ പ്രചരണം പോലെയോ ആ ഒരു തലത്തിലാണ് തൗഫീഖ് ഇപ്പോഴും ഈ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഒരു ഭീകരത, നിയമ നടപടി നേരിടാൻ പോകുന്ന നിയമപ്രശ്നങ്ങൾ എല്ലാം അപഗ്രഥിക്കുമ്പോൾ? നീലിമ, നിയമം വളരെ വളരെ വ്യക്തമാണ്. നിയമം ഉപയോഗിച്ചിരുന്ന പദപ്രയോഗം ഇൻഫർമേഷൻ എന്നാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ, ഫസ്റ്റ് പരാതി എന്നല്ല. ചുരുക്കത്തിൽ ഗൗരവമായ ശിക്ഷാർഹമായ ഒരു കുറ്റം നടന്നു എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി ആളുകൾ പറയുന്നത് ഇൻഫർമേഷനാണ്. പോലീസിന് ഒരു ശവശരീരം അടിഞ്ഞു എന്ന് കേട്ടാൽ പരാതിയില്ല, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കൊലപാതകം നടന്നു എന്ന് പോലീസിന് വിവരം കിട്ടിയാൽ ആരെങ്കിലും പരാതി എഴുതി തരട്ടെ എന്ന് പറയാൻ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പറയാറുണ്ടോ? ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഗൗരവതരമായ കുറ്റമാണ് എന്ന് പറയുന്നത് ഞാനോ നീലിമയല്ല, 2 MLA-മാർ, KK ശൈലജ, രമേശ് ചെന്നിത്തല. അതുപോലെ പാർലമെൻറ്റിന് നെഹ്റു കുടുംബത്തിൻ്റെ സോണിയ കുടുംബത്തിൻ്റെ കാര്യസ്ഥൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു നേതാവ്. ഇവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. വനിതാ നേതാക്കന്മാർ 4 പേര്, ഷാനിമോൾ ഉസ്മാൻ, ഉമാ തോമസ്, ജെബി മേത്തർ, ദീപ്തി മേരി വർഗീസ്, ബിന്ദു കൃഷ്ണ. ഇവരൊക്കെ പറഞ്ഞു ഇത് സ്ത്രീകൾക്കെതിരായ അക്രമമാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരായ ഒരു അക്രമം ഗൗരവപരമായ കോഗ്നൈസബിൾ എന്ന് നിയമം പറയുന്ന ഒരു കുറ്റമാണ്. കോഗ്നൈസബിൾ ഒഫൻസിന് പരാതി വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ CPM സുഹൃത്തിൻ്റെ ആ നിലപാട് തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, സരിതാ നായരുടെ വിവരം കേട്ട് എത്ര പേരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു? അതെ, പരാതി കൊടുത്തിട്ടാണോ? അല്ലല്ലോ. പലപ്പോഴും പരാതി ഇല്ലാതെ തന്നെ ആ രീതിയിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം, ഗൗരവതരമായ കുറ്റമാണ്, രാജിയല്ലാതെ അനിവാര്യമില്ല എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് നിലവിലുള്ള ഭരണാധികാരികൾക്ക് കൈ കഴുകാൻ നിയമപ്രകാരം അവകാശമില്ല. അത് പരിഗണിച്ചേ മതിയാകൂ. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ഒരു പരാതിയില്ലാതെ തന്നെ അന്വേഷിക്കണമെന്നാണ് നമ്മുടെ നിയമ സംവിധാനം പറയുന്നത്. ആ നിയമ സംവിധാനം സക്രിയമാക്കാൻ പോലീസിന് ചുമതലയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടന്നതൊരു കൊലപാതകമാണെങ്കിലോ അതുപോലെ തത്തുല്യമായൊരു കുറ്റമാണ് നമ്മുടെ സമൂഹം സ്ത്രീകളെ ബഹുമാനിക്കുന്നതാണ്. ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്ന പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയതൊരു വനിതയല്ലേ, ശ്രീമതി ഇന്ദിരാഗാന്ധി? അതിനെ നയിച്ചിരുന്നത് മറ്റൊരു വനിതയല്ലേ, ശ്രീമതി സോണിയാഗാന്ധി? അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കുറ്റകൃത്യം ചെയ്തു എന്നൊരു പറയുന്ന വ്യക്തിക്കെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നില്ല. തീർച്ചയായും പോലീസിന് സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് നിയമത്തിൻ്റെ ഭാഷയിൽ പറയും, ബന്ധപ്പെട്ട ആളുകളുമായി സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യാൻ ധാരാളം പരാതികൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകളുടെ ഉണ്ടായിട്ടുണ്ട്. ആധികാരികമായൊരു വിവരമായിട്ട് അതിനെ കണക്കാക്കി നിയമ നടപടികൾ ആരംഭിക്കാൻ, അന്വേഷണ നടപടികൾ ആരംഭിക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിൽ നിൽക്കുന്ന നിയമം അതാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചുകൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് കുറ്റം ചെയ്താലും പരാതി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ആവശ്യം
പോലീസിനില്ല. കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ഇവിടെ നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ കുറ്റം തെളിയുകയാണെങ്കിൽ ജീവപര്യന്തം വരെ തടവാകാവുന്ന കുറ്റമാണ് ആരോപിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അത് മാധ്യമ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് ഞാൻ വ്യക്തിപരമായ എതിർപ്പാണ്. അത് തീരുമാനിക്കേണ്ട കോടതികളാണ്. പക്ഷേ ഗൗരവമായൊരു കുറ്റം ചെയ്തു എന്ന് ഇരയല്ല പറയുന്നത്. ഇരയെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രമുഖ പാർട്ടിയിലെ നേതാക്കന്മാരും ജനപ്രതിനിധികളും പാർലമെൻറ്റ് അംഗങ്ങളും ഉത്തരവാദിത്ത ബോധമുള്ള വനിതാ നേതാക്കന്മാരാണ്. ഇതെല്ലാം അവഗണിക്കാൻ പോലീസിന് അവകാശമുണ്ടോ? അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല, അത് ആരംഭിക്കുന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, കടമയാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ സർക്കാരിന് പോലീസിന് ഒരു ഇടപെടാനുള്ള എത്രയോ വലിയൊരു മേഖലയാണ് കിടക്കുന്നത്. പക്ഷേ ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അങ്ങ് ഒന്ന് ചുരുക്കി അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു പോകാം. ബഹുമാനപ്പെട്ട രാംകുമാർ സാറ് പറഞ്ഞത് CPM, ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇത് ഇരകൾ അവരെ ഒരു വെളിപ്പെടുത്തി ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ പോലീസ് ഒരു FIR ഇട്ടെങ്കിൽ ഈ ചർച്ചയിൽ വരുന്നത് എന്താണ്? യുവജനങ്ങളായ യുവ നേതാവിനെതിരായിട്ട് ഇതാ സർക്കാർ ഇതാ പണിയോടാക്കിയിരിക്കുന്നു. നോക്കൂ, രാംകുമാർ സാർ പറഞ്ഞാണ് 100% ശരി. കോഗ്നൈസബിൾ ആക്ട് അനുസരിച്ച് ഇത് കേസ് എടുക്കാം, FIR രജിസ്റ്റർ ചെയ്യാം. ആ FIR 100% രജിസ്റ്റർ ചെയ്തിരിക്കും. അതെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. അഡ്വക്കേറ്റ് തൗഫീഖ്, അങ്ങ് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഇതിൽ വളരെ കൃത്യമായി ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ അങ്ങ് സംസാരിക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ ഒരു രീതിയിലാണ്. ഷാഫി പറമ്പിൽ മാത്രമാണ് ഇപ്പോൾ രാഹുലിനെ അനുകൂലിച്ച് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും എതിരാണ്. നിങ്ങളുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ അതിശക്തമായ ഭാഷയിൽ പ്രതികരണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നിട്ടും എങ്ങനെയാണ് താങ്കൾക്ക് ഇത് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ വലിയ അതിശയം തോന്നുകയാണ്. നീലിമ, എന്റെ നിലപാട് എന്റെ പാർട്ടിയുടെ നിലപാടാണ്, KPCCയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് അതല്ല എന്ന് വളരെ വ്യക്തമാക്കപ്പെട്ടല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഞാൻ പറയുന്നതിന് മുമ്പ് തോക്കിൽ കയറി വെടിവെക്കാതെ ഞാൻ പറഞ്ഞു വരികയാണ്. അതായത് എന്റെ നിലപാട് എന്റെ പാർട്ടിയുടെ നിലപാടാണ്. KPCC ആണ് നിലപാട്. KPCC ആണ് ആ കാര്യത്തിൽ നിലപാട് പറയേണ്ടത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, അത് ഞാൻ ഇത്രയും ചോദ്യത്തിന് ആ ഒറ്റ മറുപടി കൊണ്ട് മറുപടി നൽകുകയാണ്. അതായത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇന്ന് ഏറ്റവും ഒടുവിൽ വളരെ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു ഗൗരവമുള്ള വിഷയമാണ്, കേരളത്തിലെ നേതാക്കൾ അടക്കം ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തക്ക സമയത്ത് ഉചിതമായ തീരുമാനം അറിയിക്കും. എനിക്കും അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. തക്ക സമയത്ത് ഉചിതമായ തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കും. മാധ്യമങ്ങൾ അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ വിവിധ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങടക്കം ഞാൻ പേരുകളിലേക്ക് ആവർത്തിക്കുന്നില്ല, വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും പരിശോധിച്ച ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്ത് എടുക്കും എന്നുള്ളത്. ഇവിടെ ധാർമ്മികത മുൻനിർത്തി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. അതും ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം. അതിനപ്പുറത്തേക്ക് ഇവിടെ ധാർമ്മികതയെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട BJPയുടെയും LDFന്റെയും പ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കൃത്യമാണ്. ഇവിടെ BJP പ്രതിനിധി ധാർമ്മികത എന്നൊക്കെ വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പയെ BJPയുടെ പരമോന്നത സമിതിയായ പാർലമെന്ററി സമിതിയിൽ അത് കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞ കോടതി തള്ളിക്കളഞ്ഞ വിഷയം താങ്കൾക്കറിയില്ലേ? അത് യെദ്യൂരപ്പയ്ക്കെതിരെ എടുത്തത് കള്ളപ്പരാതിയായിരുന്നു എന്ന് വളരെ കൃത്യമായി നിയമ സംവിധാനങ്ങളിലൂടെ പോകുകയും കോടതി ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് വിടൂ, ആ ആരോപണം വിടൂ. അത് വളരെ കൃത്യമായി യെദ്യൂരപ്പയുടെ കേസിൽ കോടതി തീർപ്പ് കൽപ്പിച്ചതാണ്. BJP പ്രതിനിധിക്ക് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞു ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജ്ഭൂഷൺ യാദവിനെ എത്ര കാലമാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തത്? അതിന് ജിതിൻ മറുപടി പറയും. BJPയുടെ പ്രതിനിധി തന്നെ മറുപടി പറയും. അതിനുശേഷം എനിക്ക് പറയാനുള്ള അവസരം എന്താണ്? തൗഫീഖ് കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്? തൗഫീഖ്
തൗഫീഖ് കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ UP-യിലേക്ക് വണ്ടി വരുന്നത്? നിങ്ങളല്ലയോ പറയുന്നത് കേരളത്തെ നോക്കി പഠിക്കൂ, കേരളത്തെ നോക്കി പഠിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ LDF UDF കൂടെ അല്ലേ? നിങ്ങൾ പറഞ്ഞ ഈ LDF UDF കൂടെ അല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് UP-യിലേക്കും കർണാടകത്തിലേക്കും മധ്യപ്രദേശിലേക്കും വണ്ടി കയറി പോകുന്നത്? നിങ്ങൾ കേരളത്തിലെ കാര്യം നാട് മൊത്തം നടന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ പെണ്ണുങ്ങളെ മൊത്തം പിടിച്ച് ചീന്തിയിട്ട് പാതിരാപ്പോയി മെസ്സേജ് വെച്ചിട്ട് വന്നിട്ട് ന്യായീകരിച്ചിട്ട് BJP ചടി കയറുവാണ് നിങ്ങൾ. നിങ്ങൾ ഒരു പാതിരാപ്പോയി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് UP-യിലേക്ക് വണ്ടി കയറി പോകുന്നത്? എന്ത് ധാർമ്മികത? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ തൗഫീഖ്? നിങ്ങൾക്ക് നാണമുണ്ടോ തൗഫീഖ്? നിങ്ങളുടെ സഹപ്രവർത്തകരല്ലേ, നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതകൾക്ക് നേരെയല്ലേ, നിങ്ങളുടെ പാർട്ടി വിശ്വസിച്ച, നിങ്ങളുടെ രാഹുൽ ഗാന്ധി ജയിൽ വിളിച്ച ആവശ്യമായ സമയത്ത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറെ നേരമായി ഈ ഉചിതമായ സമയത്ത് ഉചിതമായ മറുപടി അങ്ങേ ചർച്ചയിൽ ഒരു 10 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. മിനിമം തൗഫീഖ് മിനിമം ആ എറണാകുളം കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊന്നും കയറി നോക്കൂ, അല്ലെങ്കിൽ അവിടെ വരുന്ന മെസ്സേജസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഉൾപ്പെടെ 5 പേർക്ക് മറുപടി പറയേണ്ട ആൾ ഞാനാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ആ മറുപടി പറയേണ്ട സമയം. ശരി, ഒറ്റ സംശയം ജിതിൻ ചോദിക്കൂ. അങ്ങേക്ക് ചോദിക്കാം. തൗഫീഖ്, നിങ്ങളുടെ ഉചിതമായ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഫീഖ്, ഒരു സംശയം. ഈ ഉചിതമായ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല, മറ്റേതെങ്കിലും ഒരു വിഷയം വന്ന് മാധ്യമങ്ങൾ ഈ ചർച്ച വിടുന്നത് കാത്തിരിക്കുകയാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾക്ക് ഉചിതമായ സമയമൊന്നുമില്ല. നിങ്ങൾ പോകുന്നുണ്ടോ മറ്റേ ജോത്സ്യനെ കാണാൻ വേണ്ടിയിട്ട് ഗോവിന്ദ സഖാവിന്റെ കൂടെ? നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പോലും ഇവർ തയ്യാറാവില്ലെന്നേ. നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ ഇവർ തയ്യാറാകില്ല. നിങ്ങൾ തൗഫീഖ് സാരി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ. വളരെ കൃത്യമായ പ്രതികരണവുമായി ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്തുണ്ട്. ഞങ്ങൾ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന നാളുകളിൽ ഉടനീളം നടന്ന മാധ്യമ സംവാദങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. മാധ്യമ സംവാദങ്ങളിൽ പങ്കെടുത്ത ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ KPCC അധ്യക്ഷ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും അങ്ങടക്കം ധാർമ്മികതയെ കുറിച്ച് കൃത്യമായി അനിവാര്യമായ അതിലെന്തായാലും മറുപടി പ്രതീക്ഷിക്കണ്ട. എഡിറ്റേഴ്സ് ചോയ്സ് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കരിലേക്കാണ്. ശ്രീജിത്ത് പണിക്കർ, ഒരു 5 വർഷത്തെ ഒരു കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ഏറ്റവും അധികം പോപ്പുലറായി ഉയർന്നു വന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, യുവജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, സമൂഹ മാധ്യമത്തിലേക്ക് ഒരു ട്രെൻഡ് അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്നത് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതേ വേഗതയിൽ ആ വലിയ പതനം നമ്മളിപ്പോൾ കാണുകയാണ്. എന്താണ് രാഹുലിന് സംഭവിച്ചത്? അതിൽ ഈ നേതൃത്വത്തിന്റെ പങ്കെന്താണ്? നിശ്ചയമായും നോക്കൂ, ഇത് വ്യക്തിപരമായി പറയുന്ന സമയത്ത് നമ്മൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുമ്പോഴും അദ്ദേഹം ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമുക്കൊക്കെ ഒരു ഹൃദയവേദനയുണ്ട്. കാരണം വളരെ പ്രോമിസിംഗ് ആയിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നല്ല രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നയാൾ, അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ബാക്കിങ്ങും പ്രൊമോഷനും എല്ലാം പാർട്ടിയിൽ നിന്ന് കിട്ടിയ ആളാണ്. അങ്ങനെ എല്ലാ ആൾക്കാർക്കും വളരെ പ്രോമിസിംഗ് ആയിട്ട് രാഷ്ട്രീയതരമായിട്ട് ആൾക്കാർ അദ്ദേഹത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫോർമിഡബിൾ എൻറ്റിറ്റി ആണ് എന്ന് സമ്മതിക്കുന്നു. ആ രീതിയിൽ വന്നിരിക്കുന്ന, നിലുമ ശരിയായി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തനായി പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു യുവ നേതാവ് ഈ രീതിയിലുള്ള ആരോപണങ്ങളിൽ പെട്ട് നട്ടം തിരിയുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് വേദനയുണ്ട്. ഇപ്പൊ നോക്കുക, സംസ്ഥാന സർക്കാരാണെങ്കിലും പാലക്കാട് നഗരസഭയാണെങ്കിലും രണ്ടിന്റെയും ചാർജ് 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ഇവർ രണ്ടും അദ്ദേഹത്തിനെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നെല്ലാം തന്നെ ബഹിഷ്കരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നോട്ടീസ് കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കം അതിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതൊരു രാഷ്ട്രീയ വിഷയത്തിലല്ല, മറിച്ച് സ്ത്രീ വിഷയത്തിലാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ തന്നെയാണ്. ദീർഘകാലം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെച്ചില്ല എങ്കിൽ അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഇനി ആഭ്യന്തരമായിട്ട് നോക്കൂ, ഉള്ളിൽ തീരുമാനമെടുക്കാനായിട്ട് വൈകുന്തോറും കോൺഗ്രസിലെ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിനെതിരെ ഓരോ പ്രസ്താവനയുമായിട്ട് വരുമ്പോൾ രാഹുലിനോട് രാജി ആവശ്യപ്പെട്ട് രാഹുൽ ഇന്ന് രാജിവെച്ചാൽ കോൺഗ്രസിന് കിട്ടുന്ന മാനമല്ല 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ. കാരണം അത് ഒരു പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം ആ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ് എന്ന് വരും. അപ്പൊ പിന്നെ ധാർമ്മികത ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ഘട്ടത്തിലെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് പറയാം, നോക്കൂ ഇത് ധാർമ്മികതയാണ് എന്ന്. വൈകുന്തോറും അത് പബ്ലിക്കായിട്ടുണ്ടാകുന്ന അഭിപ്രായ രൂപീകരണത്തിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഒരു മൈലേജും കോൺഗ്രസിന് കിട്ടില്ല.
ഇപ്പൊ നോക്കൂ, ഈ ശ്രീമതി ഉമാ തോമസ് പറഞ്ഞിരിക്കുന്നത് കേൾക്കും. വരുന്ന ആരോപണങ്ങളിൽ രാഹുൽ ഇതുവരെ മാനനഷ്ട കേസ് നൽകിയിട്ടില്ലാത്തത് കൊണ്ട് അതിന്റെ അർത്ഥം ഒരുപക്ഷെ അദ്ദേഹം ഇതൊക്കെ ചെയ്തുവെന്നല്ലേ എന്ന് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപരമായി വലിയ ബന്ധമുള്ള, വലിയ സ്നേഹമുള്ളയാളാണ് കോൺഗ്രസ്സുകാരി അല്ലെങ്കിലും RMPയുടെ ശ്രീമതി KK രമ. രമചേച്ചി പറഞ്ഞ എന്താണ്? ആരോപണ വിധേയർ ഏത് പാർട്ടിയിലുള്ളവരായാലും അവർ ജനപ്രതിനിധിയായി തുടരരുത് എന്നാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ആത്യന്തികമായിട്ട് കോൺഗ്രസ് ഇതിൽ സ്വീകരിക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിനിധീകരിക്കാൻ ഈ രാഹുൽ യോഗ്യനല്ല, അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. അപ്പൊ പിന്നെ പാലക്കാട്ടെ ജനങ്ങൾക്കോ അവരെ പ്രതിനിധീകരിക്കാൻ രാഹുൽ യോഗ്യരാണ് എന്ന് അവർ കരുതണോ? അവരിൽ അദ്ദേഹത്തിന് തുടർന്നും വിശ്വാസമുണ്ട് എന്ന് പാർട്ടി കരുതണോ? അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളിനെ തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന ഒരു അധികാരം ഇവിടെ ജനങ്ങൾക്കില്ല. പകരം ആ തീരുമാനം എടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസിന് മാത്രം സാധിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് ഈ വിഷയത്തിലെ ധാർമ്മികത മറ്റുള്ള ആൾക്കാരെ ഞങ്ങൾ ഇതുവരെ ആക്ഷേപിച്ചിരുന്നപ്പോൾ അവരെടുത്തിരിക്കുന്ന അവരുടെ പാർട്ടിയുടെ ധാർമ്മികതയല്ല എന്ന് പറയാനുള്ള അവസരം ഇപ്പോഴാണ്. അത് ചെയ്യുന്നത് വൈകിപ്പിച്ചു കഴിഞ്ഞാൽ ആ ധാർമ്മികത പോലും ക്ലെയിം ചെയ്യാനായിട്ട് കോൺഗ്രസിന് കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്. പക്ഷേ കോൺഗ്രസ് എത്രത്തോളം ഇത് വച്ച് താമസിപ്പിക്കാമോ ആ രീതിയിലേക്കാണ് നീങ്ങുന്നത്. അവസാനമായി BJP പ്രതിനിധി ജിതിൻ ദാസിലേക്ക് എത്തുമ്പോൾ, ഇന്ന് പാലക്കാട്ട് പ്രശാന്ത് ശിവൻ വളരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ വലിയ വെളിപ്പെടുത്തലുകൾ പ്രശാന്ത് ശിവന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് രാഹുലിനെതിരെ വലിയ അന്വേഷണത്തിന് വഴി തുറക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പൊതുജന മധ്യത്തിൽ വെക്കുകയാണ്. അത്ര പെട്ടെന്ന് രാഹുലിന് രക്ഷപ്പെടാൻ കഴിയുമോ? MLA സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും രാഹുലിനെ കാത്തിരിക്കുന്നത് വലിയ നിയമക്കുരുക്കുകളല്ലേ ജിതിൻ ദാസ്? ഒരു നിയമക്കുരുക്കുകളും രാഹുലിനുണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവിടെ LDFന്റെ പ്രതിനിധി ഉചിതമായ സമയത്ത് FIR എടുക്കും, കേസെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൗഫീഖിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിക്കട്ടെ, ഈ ശബരിമല വിഷയത്തിൽ ഇപ്പം തന്നെ ഇപ്പം അയ്യപ്പ ഭക്ത സംഗമോ ഒക്കെ കൊണ്ടുവന്ന് സ്റ്റാലിനെ കൊണ്ട് നടത്താൻ പോയല്ലേ. ഞാൻ LDFന്റെ പ്രതിനിധി സതീഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ശബരിമല വിഷയത്തിൽ നിങ്ങൾ എത്ര കേസുകളാണ് ഈ കേരളത്തിലെ ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ളത്? BJPയുടെ അതേപോലെ തന്നെ വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും FIR ഇട്ടില്ലേ? എന്തേ ആ ഒരു ആർജവം നിങ്ങൾ ഈ രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കാൻ സാധിക്കാത്തത്? ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വന്ന വിവരം തന്നെ, ഈ സരിൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ പറയുന്നത് കേട്ടു, എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു, ഇയാളൊരു കൊഴിത്തരത്തിന് PhD എടുത്ത ആളാണ്, പക്ഷെ ഞാനത് അന്ന് പുറത്തു പറയാഞ്ഞത് പാലക്കാട് BJP ജയിക്കുന്നുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് എന്ത് ന്യായമുള്ളത്? നിങ്ങൾ ഒരു കേസും എടുക്കാൻ പോകുന്നില്ല. ഇവര് ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇവർ ഈ രാഹുലിനെ സംരക്ഷിക്കും. അതുകൊണ്ട് ഒരു നിയമക്കുരുക്കിലേക്ക് രാഹുൽ പോകുന്നില്ല. ഇനിയും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇടത് വലത് മുന്നണികൾ ആഗ്രഹിക്കുന്നത് എന്നതല്ലേ യാഥാർത്ഥ്യം? ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് എന്റെ നീലിമ അതാണ് പ്രശ്നം. ഇവർക്ക് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ലെന്നത്. നിങ്ങൾക്ക് എന്താണ് നഷ്ടം? നിങ്ങൾ എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് നിങ്ങൾ നാട് മൊത്തമുള്ള ഭക്തജനങ്ങൾക്കെതിരെ കേസെടുത്തത്? അതിനകത്ത് നിങ്ങൾക്ക് എന്ത് നിയമദോഷമാണ് നിങ്ങൾ തേടിയത്? നിങ്ങൾ FIR ഇടാത്ത ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ഈ കേരള സംസ്ഥാനത്തുണ്ടോ? നിങ്ങൾ FIR ഇടാത്ത ഒരു ഏതെങ്കിലും ഒരു പോലീസ്, നിങ്ങളല്ലേ ഇപ്പൊ അയ്യപ്പ ഭക്തജന സംഘമൊക്കെ നടത്തി സ്റ്റാലിനെ കൊണ്ടുവരാൻ പോകുന്ന സ്ഥാനാരോപണം വെല്ലുവിളിച്ചവരെ? അപ്പൊ ഞാൻ ദിലീപിയുടെ ചോദ്യത്തിലുള്ള മറുപടിയാണ് പറയുന്നത്. നിങ്ങൾ കേസെടുക്കില്ല. നിങ്ങൾ കേസ് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് തെറ്റ്? അദ്ദേഹം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിലപാടിൽ ഇരട്ടത്താപ്പാണ്. ഒരു ഇരട്ടത്താപ്പുമില്ല. സതീഷ്, ഞാൻ പറഞ്ഞത് ശ്രീ സതീഷ്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിലപാടിൽ ഇരട്ടത്താപ്പാണ്. LDFനും CPM-നും ഒരു നിലപാട് വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇടത് വലത് മുന്നണികളെ അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവർക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല. വളരെ കൃത്യമായി BJP-യോടുള്ള പേടിയാണ് നമ്മൾ പാലക്കാട് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കാണുന്നത് നിങ്ങൾക്കൊരു ആശങ്ക വേണ്ട. കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ യാതൊരു ആശങ്കയുടെ അടിസ്ഥാനമില്ല.
ഇവിടെ ദിലീപ, അല്ല രാഹുൽ അവിടെ ജയിച്ചതിന്റെ കാര്യമൊക്കെ അറിയാം. 10,000-ലധികം വോട്ട് SDPI അവിടെ കൊണ്ടുകൊടുത്തു രാഹുലിന്. അങ്ങനെയാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ പയറ്റിയ കളികളൊക്കെ ഈ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. വളരെ കൃത്യമായി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാവുന്ന കാര്യം, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് വലത് ഇടതു മുന്നണികൾ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. BJPയോടുള്ള പേടിയാണ് ഇതിന്റെ കൃത്യമായ കാരണം. വരും മണിക്കൂറുകളിൽ രാഹുലിന് രാജി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.